മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം കാണാനിടയായി കേട്ടോ. അതായത് അത് ഇന്നലെ സംഭവിച്ചതാണ്. ഈ പാലക്കാട് ജില്ലയിൽ കോട്ടായിൽ പരുത്തിപ്പള്ളി കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവർ ചെയ്ത് അവർക്കൊരു അഡീഷണൽ ഒരു വരുമാനത്തിന് വേണ്ടിയാണ്. അവർക്ക് വലിയ പണമൊന്നും കിട്ടത്തില്ല ഈ ഓട്ടോ ഓടിച്ചാലൊന്നും. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടുമെന്ന്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. വളരെ വന്ന ദിവസം ഒരു കഷ്ടിച്ച് 1000 രൂപ എങ്ങാനും കിട്ടിയാലായി. എല്ലാ ചിലവും കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടിയാലിടയായി. അങ്ങനെ കിട്ടിയാലായി. മിക്കവാറും ഈ 1000 എന്ന് പറയുന്നതൊക്കെ വലിയ തുക അതൊന്നും കിട്ടുകയില്ല. ഒരു 500 രൂപ എങ്ങനെ ചിലപ്പോൾ കിട്ടും. ഇതൊക്കെ ഒരു ആവറേജ് 100-700 രൂപ കിട്ടുന്നതല്ലാതെ അതിൽ കൂടുതലൊന്നും ഈ വരുമാനം ഈ പാവങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർ ഇതും ഓടിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ഒരു ആഡഡ് ഇൻകം, ഒരു വരുമാനം, അതായത് ഇപ്പോൾ ഈ ഓണത്തിന് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ ഈ ചെണ്ടുമല്ലി കൃഷി നടത്താൻ തീരുമാനിച്ചു കേട്ടോ. ചെണ്ടുമല്ലി അതിൻ്റെ പൂക്കൾ ഈ ഓണത്തിന് ഈ അത്തപ്പൂ പൂക്കളം ഇടാനായിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. നല്ല ഡിമാൻഡാണ്, വിലയും കിട്ടും. അങ്ങനെ അവർ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇതുപോലെ ഒരു 50 സെൻറ്റ് സ്ഥലം എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് ആ സ്ഥലത്ത് ഇതുപോലെ ഈ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷി ചെയ്തു. അത് ഇന്ന് എന്തെങ്കിലും അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ ചേർന്നിട്ട് ഇതേപോലൊരു 50 സെൻറ്റ് സ്ഥലം ഈ പറയുന്ന ഈ കരിങ്കുളത്ത് അവർ അത് വാടകയ്ക്ക് എടുത്തു. 50 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് അതിൽ അവർ ഈ കൃഷി നടത്തി കേട്ടോ. അത് ഒരു തൈ ഈ ചെണ്ടുമല്ലിക്ക് ഒരു 8 രൂപ ചിലവാക്കിയാണ് അവരത് വാങ്ങിച്ച് നട്ടു. അതിനെ പരിപാലിച്ചു. അത് നന്നായിട്ട് വന്നു. അത് പൂത്തു. അപ്പോൾ പൂവായി. ഇപ്പം ശരിയായി. ആ പൂത്ത് വന്നപ്പോൾ ഇതാണ് അവിടുത്തെ ഈ ഒരു ക്ലബ്ബുകാർ, ഒരു ലോക്കൽ ക്ലബ്ബാണ്. അവർ ഇവരുടെ അടുത്ത് കുറച്ച് പൂ ചോദിച്ചു. എന്തിനാണെന്നറിയാം? സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വേണ്ടി ഈ ആഗസ്റ്റ് 15-ന്. ഇവർ പറഞ്ഞ് പണം തന്നാൽ തരാമെന്ന് ഇവർ പറഞ്ഞു. അവർക്ക് അങ്ങനെയല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ഇത് വിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എന്തോ ഒരു തർക്കം അങ്ങോട്ട് ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. ഏതായാലും ശരി, ഇന്നലെ ആരോ സാമൂഹ്യ വിരുദ്ധർ എല്ലാം കൂടെ കയറിയിട്ട് ഈ ചെടികളെല്ലാം വെട്ടി നശിപ്പിച്ചു. ഈ പാവങ്ങളുടെ കണ്ണീരാണ് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആ ചെടികൾ വെട്ടി നശിപ്പിച്ചു. ഈ നശിപ്പിച്ചവന്മാർക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് എന്ത് കിട്ടും? കഷ്ടമല്ലേ ചെയ്തേക്കുന്നത്? ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു സംഘം അവർ ചേർന്ന് കുറച്ച് പൈസ അവർ മുടക്കി കഷ്ടപ്പെട്ട് ഈ ചെടി ഇങ്ങനെ നട്ട് പരിപാലിച്ചു. ഇത് പൂക്കളാണ്. ഇത് വെട്ടി നശിപ്പിക്കുന്നവൻ്റെ മാനസിക നില ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് ഇന്നാൾ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അയാളുടെ ഇതുപോലെ ഏതാണ്ട് ഒരു 40 സെൻറ്റ് സ്ഥലത്ത് അയാൾ മരച്ചീനി ഇട്ടു കേട്ടോ. മരച്ചീനി എടുത്തതിന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ട് ചുമ്മാ അതിൻ്റെ കമ്പടിച്ചങ്ങ് കുത്തി വെച്ചാൽ മതിയായിരുന്നു. കമ്പ് വെട്ടി ഊന്നി വെച്ചാൽ മതിയായിരുന്നു. അന്ന് പണ്ട് വളവും പോലും ഇടത്തില്ല ആരും. തന്നെത്താൻ അതിൽ നിന്ന് കിഴങ്ങൊക്കെ പിടിച്ചു വരും. പക്ഷേ ഇപ്പോൾ ഇത് നല്ല ചിലവാണ്. അയാൾ അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തു വെച്ചു കേട്ടോ. ആ ചെടികൾ അതായത് മരച്ചീനി ഏതാണ്ട് ഈ അങ്ങോട്ട് മരച്ചീനി അത് കപ്പ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അതിനകത്ത് കിഴങ്ങ് പരുവപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇത് ഏതോ സാമൂഹ്യ വിരുദ്ധരെല്ലാം കൂടെ കയറിയിട്ട് ആ പുരയിടത്തിൽ അത് മുഴുവൻ പിഴുത് അവിടെ ഇട്ട് നശിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മളത് ചിന്തിക്കണം. അയാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ കർഷകൻ. അയാൾ പറഞ്ഞു, ഇത് പറിക്കാൻ പാകമായിട്ട് ഇത് പിഴുതാരെങ്കിലും തിന്നിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. എനിക്ക് അതിലേയും സങ്കടമില്ല. പക്ഷേ ഇത് ആർക്കും ഇല്ലാത്ത വിധത്തിൽ ഇത് നശിപ്പിച്ചു. കാരണം ഈ ഉപയോഗമില്ലാത്ത ആ സമയത്ത് ഇത് നശിപ്പിച്ചു. അതിലാണ് അയാളുടെ സങ്കടമെന്നാണ് അയാൾ പറഞ്ഞത്. ഇത് അതേപോലല്ലേ ഈ പാവങ്ങൾ നട്ട് നനച്ച് റെഡിയാക്കിയെടുത്ത ചെണ്ടുമല്ലികൾ കേട്ടോ. അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും ഓണത്തിന് എന്ന് കരുതി ചെയ്തതാണ്. ഇത് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുന്ന ഒരു മനുഷ്യനാണോ ഇവന്മാർ? മൃഗങ്ങളെക്കാളും കഠിനമായ മനസ്സുള്ളവർക്കല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആന കയറി ചവിട്ടി നട്ടിപ്പിച്ചു, അല്ലെങ്കിൽ കാട്ടുപന്നി കയറി കുത്തിമറിച്ചു, നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ അത് ചെയ്യും. പക്ഷേ അതേ സ്വഭാവം മനുഷ്യനെടുത്താലോ? എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് മുഴുവൻ അരിവാള് വെച്ച് വെട്ടിയേക്കാണ്. അപ്പോൾ ഇത് വളരെ മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ ചെയ്തേക്കല്ല, ചുമ്മാ അങ്ങ് പോയേക്കൊന്നുമല്ല. ഇത് വേറെ മനുഷ്യർ തന്നെയാണ്.
പക്ഷേ അവനൊക്കെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? ഇവനെയൊക്കെ ഇങ്ങനെയും മനസ്സുള്ളവരുണ്ടല്ലോ. ഈ പാവങ്ങളുടെ ഓണത്തിന് അവരുടെ കഞ്ഞിയിൽ ഈ മണ്ണ് വാരിയിട്ടവന്മാർക്ക് അവന്മാർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ മനസ്സിന്? ഇതുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നത്? ഇതിൽ ഈ പാവങ്ങളുടെ ഇത് കൃഷി നശിപ്പിച്ചതിൽ ഈ പോലീസ് യഥാർത്ഥത്തിൽ ശരിയായിട്ട് അന്വേഷണം നടത്തണം. ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന്. CCTV ദൃശ്യങ്ങളോ ഒക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ അത് വെച്ച് നോക്കി ഇത് കണ്ടുപിടിക്കണം, ആരാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവനെയൊക്കെ ഉണ്ടല്ലോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്.